രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ രാമ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ മാതാജി. രാധാഗോവിന്ദ ടെമ്പിളിന്റെ കീഴിലുള്ള ഭാഗവതം പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാണാൻ സാധിക്കുന്നില്ലേ? ഹരേ കൃഷ്ണ. കാണാം ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സാഗണരഘുനാഥം താം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിത ശ്രീ വിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി ശബാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമാവം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമാവം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി ഇതി നാമിനി. നമ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗദാദാമദായ നഗരഗ്രാമതാരിണി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതിർ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ എന്താണ് പറയണത്? ഭഗവാന്റെ നമ്മൾ വിരാട് രൂപത്തിനെ ആരാധിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അല്ലെ. അപ്പൊ എല്ലാവരിലും പരമാത്മാവായിട്ട് സർവ്വവ്യാപിയായിട്ട് ഭഗവാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാനെ എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പ്രത്യക്ഷമാവാനായിട്ട് സാധിക്കും അല്ലെ. അത് പറഞ്ഞു സൂര്യനെ പോലെയാണ്. അപ്പോൾ സൂര്യന്റെ കിരണങ്ങൾ എല്ലായിടത്തും എത്തുന്നത് പോലെ ആ സൂര്യന്റെ പ്രസൻസ് നമ്മൾ ആ കിരണത്തിൽ കൂടി അറിയുന്നത് പോലെ ഭഗവാന്റെ വിവിധ ശക്തികളിൽ കൂടിയാണ് നമ്മൾ ഭഗവാനെ അറിയുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്താണ് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾക്ക് ഒരുപാട് പൂർവ്വയുഗത്തിലൊക്കെ ഒരുപാട് മഹർഷി വര്യന്മാരുണ്ടായിരുന്നു അല്ലെ. നാരദൻ, വ്യാസൻ, അസിതൻ, ദേവരൻ, ഇവരെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഒരു എക്സ്പ്ലനേഷൻ ഇതിനു മുമ്പത്തെ ചാപ്റ്ററുകളിലൊക്കെ, അതായത് ഒന്നാമത്തെ സ്കന്ധത്തില് ഇവരെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ സന്യാസിവര്യന്മാരുണ്ട്. അതുപോലെ തന്നെ ശങ്കരാചാര്യര്, രാമാനുജാചാര്യ, ശ്രീ സമ്പ്രദായത്തിന്റെയാണ് അദ്വൈത ആചാര്യനായിട്ടാണ് ശങ്കരാചാര്യരെ പറയുക. ശ്രീ സമ്പ്രദായത്തിന്റെ ആചാര്യനായിട്ടാണ് ആര്? രാമാനുജാചാര്യരെ ഉള്ളത്. പിന്നെ മത്വാചാര്യരാണ് നമ്മുടെ ഇപ്പൊ ബ്രഹ്മ മത്വ ഗൗഡി സമ്പ്രദായം നമ്മൾ ഫോളോ ചെയ്യുന്ന സമ്പ്രദായം എന്ന് പറയുന്നതാണ് ബ്രഹ്മ സമ്പ്രദായമാണ്. അതുപോലെ ചൈതന്യ മഹാപ്രഭു, ഇവരൊക്കെ ഭഗവാനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് അംഗീകരിക്കുന്നുണ്ട് അല്ലെ. പക്ഷേ ഈ അസുര ഗുണമുള്ള ആൾക്കാർക്ക് എന്താണ് പറഞ്ഞത്? ഭഗവാനെ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഭഗവാൻ മുമ്പിൽ നിൽപ്പ് കൃഷ്ണാവതാരത്തില് എത്രയോ അസുരന്മാരെ അദ്ദേഹം നിഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ. അവരൊക്കെ എങ്ങനെയാണ് ഭഗവാനെ കണ്ടിരുന്നത്? ശത്രുവായിട്ടാണ്. അദ്ദേഹത്തിനെ കൊല്ലണം, അദ്ദേഹത്തിനെ നശിപ്പിക്കണം എന്നുള്ള ഇതിലാണ് പൂതന തൊട്ട് ഓരോരുത്തരും വന്നത് എങ്ങനെയാണ്? ആ ഭഗവാനെ കൊല്ലണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പരമദിവ്യോത്തമ പുരുഷനാണ് അദ്ദേഹത്തിന്റെ അംശമാണ് നമ്മൾ. നമ്മുടെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ആ ഭക്തിയുത സേവനം ചെയ്യലാണ് എന്ന തിരിച്ചറിവ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ അസുരന്മാരൊന്നും അങ്ങനെ പെരുമാറുമായിരുന്നില്ല അല്ലെ, അങ്ങനെ ബിഹേവ് ചെയ്യുമായിരുന്നില്ല. മാത്രവുമല്ല അസുരന്മാർ എന്ത് അവർക്ക് ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി ഭഗവാനിൽ നിന്നാണ് വരണത് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഭഗവാനെ ഒരിക്കലും തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. പക്ഷേ അവർക്ക് എന്താണ്? ഭഗവാന്റെ അസ്തിത്വം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഭഗവാനെ തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് അവരത് വിശ്വസിക്കുന്നുള്ള എന്നുള്ള ആൾക്കാരാണ് ആര്? ഈ അസുരന്മാരെന്ന് പറയുന്നത്.
കാരണം അവർക്ക് വിവേചന ബുദ്ധിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പൊ നമ്മളോട് പറയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഇത് നിന്റെ അമ്മയാണ്, ഇത് അച്ഛനാണ്, തിരിച്ചറിവ് വരുമ്പോ അച്ഛനാണ് എന്ന് പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വന്നു കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്രൂഫ് കൊണ്ട് നമ്മൾക്ക് അച്ഛനോ അമ്മയാണോ ഇപ്പൊ നമ്മൾ DNA ടെസ്റ്റ് എന്നൊക്കെ പറയുമെന്ന് വെച്ചോളൂ. ബട്ട് എന്നാൽ സാധാരണഗതിയിൽ ഒരു അച്ഛനെയും അമ്മയും എങ്ങനെയാണ് അറിയുന്നത്? മറ്റുള്ളവര് പറഞ്ഞു കൊടുക്കണേ, അമ്മ പറഞ്ഞു കൊടുക്കണം അല്ലെ? പറഞ്ഞു കൊടുത്തിട്ടാണ് അറിയുന്നത് കുട്ടിക്ക് ഇതാണ് അച്ഛൻ ഇതാണ് അമ്മ എന്നുള്ളത്. ചിലപ്പോ അച്ഛനും അമ്മയും ദൂര സ്ഥലത്താണ്. ഹരേ കൃഷ്ണ, ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് മ്യൂട്ടിലിരിക്കണേ. അപ്പം എല്ലാവരും ഈ പറഞ്ഞു കൊടുക്കാതെ ഇപ്പൊ വേറെ ആരെങ്കിലും ആണ് അവര് ചിലപ്പോ അവര് മുത്തശ്ശിയോ മറ്റോ ആരമാണ് വളർത്തണെന്നുണ്ടെങ്കിൽ അവരോടാണ് അവർക്ക് കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അല്ലെ? ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും ഒരു കോഹോസ്റ്റ് ആവാൻ പറ്റുമോ? ഹരേ കൃഷ്ണ. ശരി, നിങ്ങള് പറയൂ. ഞാനാവട്ടോ, സുരേഷ് ബാബു. ഓക്കെ മാതാജി. മാതാജി ശബ്ദം വന്നു കഴിഞ്ഞാൽ ഒന്ന് മ്യൂട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മാതാജി. ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. മാതാജി ആക്കിയുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. അപ്പോ എന്താണ് പറയുന്നുണ്ടെങ്കിൽ അപ്പൊ അവര് നേരിട്ട് കാണുന്നതിനെ കുറിച്ച് മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ് ആര്? അസുരന്മാര്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നതെല്ലാം അവർക്ക് വിശ്വാസമില്ല. പറയും ഇത് ആര് വിശ്വസിക്കാനാണ്, ആര് എന്ത് വേണമെങ്കിലും എഴുതി വെക്കാലോ എന്നുള്ള രീതിയിലാണ് അവർ അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ട് ആണ് എന്ത് കാണിച്ചത്? ഭഗവാൻ വിരാട് രൂപം തന്നിട്ടുള്ളത്. അപ്പൊ വിരാട് രൂപം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ആ പ്രപഞ്ചം മുഴുവനാണ് എന്തിലുള്ളത്? വിരാട് രൂപത്തിലുള്ളത് അല്ലെ? എല്ലാ ജീവജാലങ്ങളും എല്ലാം അടങ്ങിയതാണ്. അപ്പൊ അവർക്കറിയാം അത് സത്യമാണ്. കാരണം നമ്മളെയും അതിൽ കാണാൻ പറ്റും ശരിക്കും വിരാട് രൂപം കണ്ടു കഴിഞ്ഞാല്. അപ്പൊ അറിയോ ഇത് സത്യമാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നിട്ട് ആ വിരാട് രൂപത്തിനെ ആരാധിക്കാനായിട്ട് അവർക്ക് ഈസി ആയിരിക്കും. അതായത് മറ്റുള്ള ഭഗവത് രൂപങ്ങളെ അല്ലെങ്കിൽ വിഷ്ണു തത്വങ്ങളെ, അവതാര രൂപങ്ങളെ അവര് ഭഗവാനായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ച് എന്താണ് ഭഗവാൻ എന്ന് പറയുന്നത്? ഈ വിരാട് രൂപമാണ്. അപ്പൊ ഈ പ്രകൃതിയാണ്. ആ പ്രകൃതി എല്ലാം ഉൾക്കൊള്ളുന്നതാണ് വിരാട് രൂപമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ആ വിരാട് രൂപം കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്താണ് പറയണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഈ വിരാട് രൂപം സവിശേഷമായും വെളിപ്പെടുത്തപ്പെട്ടത് അർജുനന്റെ അതിനു മുമ്പ് നമ്മൾ അതുവരെയ്ക്ക് എത്തിയിട്ടില്ല അല്ലെ? അപ്പൊ കടുവയെയും ആനയെയും ഇടിമിന്നലിനെയും പോലുള്ള താരതമ്യേന ഉയർന്ന ഭൗതിക ശക്തിക്ക് ആദരം പ്രകടിപ്പിക്കുന്നതിന് പരിചിതർ ആയവരാകയാൽ അവർ വിരാട് രൂപത്തെ പ്രണമിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഈ ഭഗവാന്റെ ഒരു അതിമാനുഷ്യ രൂപമാണ് അല്ലെ? അത് ഈ ഇത്രയും ഭീമാകാരമായിട്ടുള്ള രൂപം കാണുമ്പോൾ തന്നെ അതിനോടൊരു ബഹുമാനം തോന്നും ഈ അസുരന്മാർക്കൊക്കെ. നമ്മളെക്കാളും വലിപ്പമുള്ള ആളാണ് എന്തായാലും. അപ്പൊ അതീവ ശക്തിയുള്ളവനാണ് എന്നുള്ള രീതിയിലാണ് അവരതിനെ കാണുന്നത്. അതുപോലെ തന്നെ എന്താണ് അവരെ സംബന്ധിച്ച്, ഈ അസുരന്മാരെ സംബന്ധിച്ച് അവർക്ക് തോൽപ്പിക്കാൻ പറ്റാത്ത സാധനങ്ങളോടൊക്കെ അവർക്ക് ബഹുമാനമാണ്. അതായത് കടുവ എന്ന് പറഞ്ഞ പേടിയാണ് അല്ലെ, കൊല്ലും എന്നുള്ളത്. അതുപോലെ തന്നെ ആനയുടെ വലിപ്പത്തിന് അവരെ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ ആന തുമ്പിക്കൈ കൊണ്ടൊന്ന് ചുരുട്ടിയെടുത്താൽ മതിയില്ലേ, നമ്മുടെ പണി അപ്പൊ തന്നെ കഴിയും. അതുപോലെ ഇടിമിന്നലേറ്റ് മരിക്കുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് അല്ലെ? നല്ല വർഷക്കാലത്തൊക്കെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഭൗതിക ശക്തികളോടൊക്കെ ഇവർക്ക് ആദരവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിരാട് രൂപം കാണുമ്പോൾ അവർക്ക് അതിനോടൊരു ബഹുമാനം വരും, ആദരിക്കും, പ്രണമിക്കും എന്നുള്ളതാണ്. അർജുനന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വിരാട് രൂപം അസുരന്മാർക്ക് പ്രകടമാക്കി. അപ്പൊ ഈ അസുരന്മാർക്കും കൂടി വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് അർജുനൻ വന്നു കഴിഞ്ഞിട്ട് ഭഗവാനോട് പറഞ്ഞത് എന്തെന്ന്? വിരാട് രൂപം കാണണം എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഭഗവാന്റെ ശക്തിയിൽ അർജുനന് വിശ്വാസമില്ലാതെയോ പരമദിവ്യോത്തമ പുരുഷനാണ് ഭഗവാൻ എന്ന് അർജുനന് അറിയാതെയോ അല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആകയാൽ അദ്ദേഹത്തിന്റെ വിരാട് രൂപ ദർശനത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് വിശേഷാൽ അനന്യമായ ദൃഷ്ടി നൽകി അനുഗ്രഹിച്ചു. അതേക്കുറിച്ച് ഭഗവത്ഗീത 11-ാം അധ്യായത്തിൽ വിശദമാക്കിയിരിക്കുന്നു. ഭഗവാന്റെ ഈ വിരാട് രൂപം സവിശേഷമായും വെളിപ്പെടുത്തപ്പെട്ടത് അർജുനന്റെ നന്മയ്ക്കും വേണ്ടി മാത്രമായിരുന്നില്ല, മറിച്ച് ആരെയും ഭഗവത് അവതാരമായി സ്വീകരിച്ച് അംഗീകരിക്കുകയും അപ്രകാരം സാമാന്യ ജനങ്ങളെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ബുദ്ധിശൂന്യർക്ക് വേണ്ടി കൂടിയാണ്. അപ്പൊ എന്താണ്, വേറെ ആരെങ്കിലും ഒക്കെ പറയുകയാണ് ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ, സന്യാസിമാര് ഞാൻ ഭഗവാന്റെ അവതാരമാണെന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അവർ യഥാർത്ഥത്തിൽ അവകാശപ്പെടണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയണം? ഭഗവാന്റെ വിരാട് രൂപം, ഈ ഭൗതിക ലോകത്തുള്ളതാണ് ഈ വിരാട് രൂപം അല്ലെ? അറ്റ്ലീസ്റ്റ് ആ വിരാട് രൂപമെങ്കിലും
കാണിക്കാനായിട്ട് തയ്യാറാവണം, അവര് അത് കാണിക്കാനുള്ള കഴിവുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ വിരാട് രൂപം കാണിക്കാനായിട്ട് ആർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ? ഭഗവാന് മാത്രമാണ് സാധ്യമാവുള്ളൂ അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ആക്ഷേപാർഹനായ കപട അവതാരത്തോട് വിരാട് രൂപം പ്രദർശിപ്പിക്കണമെന്ന് ഒരുവൻ ആവശ്യപ്പെടണം. ഭഗവാന്റെ വിരാട് രൂപ ആവിഷ്കരണം ഏകകാലത്ത് നാസ്തികന് വെല്ലുവിളിയും ഭഗവാന്റെ വിരാട് രൂപത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന അസുരന്മാർക്ക് അവരുടെ ഹൃദയമാലിന്യങ്ങളെ അല്പാൽപമായി ശുദ്ധമാക്കി സമീപ ഭാവിയിൽ ഭഗവാന്റെ അതീന്ദ്രിയ രൂപം യഥാർത്ഥമായി കാണുന്നതിനുള്ള അനുഗ്രഹവുമാണ്. പരമദയാലുവായ ഭഗവാനെ നാസ്തികരോടും സ്ഥൂല ഭൗതികവാദികളോടുമുള്ള ദാക്ഷിണ്യമാണിത്. അപ്പൊ ഈ വിരാട് രൂപത്തെ കാണിച്ചു കൊടുത്ത് അസുരന്മാര് ഒക്കെ അതിനോടൊരു ബഹുമാനം വന്ന് ആ രൂപത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ അത് ഭഗവാൻ തന്നെയാണല്ലേ. അവരുടെ ഹൃദയത്തിലുള്ള ഭൗതിക മാലിന്യങ്ങൾ, ആ സുരഗുണങ്ങളൊക്കെ കുറേശ്ശെ മാറി 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 എന്താവും? അവരാദ്യം തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് വന്ന് രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്ക് വരാനുള്ള ഒരു അനുഗ്രഹം ആര് കൊടുക്കും? ഭഗവാൻ കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ ഭഗവാന്റെ ദയയുടെ ഒരു ഇതായിട്ടാണ് നമ്മൾ എന്താണ് പ്രതീകമായിട്ടാണ് ഇതിനെ കാണേണ്ടത്? വിരാട് രൂപത്തിനെ കാണേണ്ടത്. മറ്റുള്ള അവതാര രൂപങ്ങളെ അംഗീകരിക്കാൻ സാധിക്കാത്ത അസുരന്മാർക്കുള്ള ഒരു അനുഗ്രഹമാണ് ഇത് ഈ വിരാട് രൂപം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ അണ്ഡകോശേ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. അണ്ഡകോശേ ശരീരേസ്മിൻ കോശേ ശരീരേ അസ്മിൻ സപ്താവരണ സംയുതേ വൈരാജ പുരുഷോ യോസൗ ഭഗവാൻ ധാരണാത്രയഃ ഭഗവാൻ ഹരേ കൃഷ്ണ. അണ്ഡകോശേ പ്രപഞ്ചത്തിനുള്ളിൽ ശരീരേ ശരീരത്തിൽ അസ്മിൻ ഈ സപ്ത 7 മടങ്ങായ ആവരണങ്ങൾ സംയുതേ അപ്രകാരം ചെയ്തുകൊണ്ട് വൈരാജക ബൃഹത്തായ പ്രപഞ്ചം പുരുഷഃ ഭഗവാന്റെ രൂപം യത് അത് അസൗ അദ്ദേഹം ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ ധാരണ ആശ്രയക ഉദ്ദേശ്യം വിവർത്തനം ശ്രീല പ്രഭുപാദിക്ക് ജയ്. 7 വിധങ്ങളായ ഭൗതിക ഘടകങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട പ്രപഞ്ച കോശാധരണത്തിൽ ഉള്ളിലെ പരമ ദിവ്യോത്തമ പുരുഷന്റെ അതിബൃഹത്തായ സർവ ലൗകിക രൂപമാണ് വിരാട് രൂപ ധാരണയ്ക്ക് ഹേതുവായ വിഷയം. 7 വിധങ്ങളായ ഭൗതിക ഘടകങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട പ്രപഞ്ചകോശാധാരം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് എന്താണ് 7 വിധത്തിലുള്ള എന്താണ് ഭൗതിക ഘടകങ്ങള്? നമ്മുടെ സ്ഥൂല ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ. ഈ പഞ്ചഭൂതങ്ങളും പിന്നെ മനസ്സും അഹങ്കാരവും ചേർന്നതാണ് ഈ 7 ആവരണങ്ങൾ എന്ന് പറയുന്നത്. ഓരോ പ്രപഞ്ചത്തിനും ഈ ആവരണങ്ങൾ ഉണ്ട്. ആ ആവരണങ്ങളെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ ആ പ്രപഞ്ചത്തിലെ ഏറ്റവും പുറംതോട് എന്ന് പറയില്ലേ, ഒരു ഗോളാകൃതിയിലുള്ളതല്ലേ, ഒരു സ്പിയർ ആണല്ലേ ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചത്തിന് മേലെ വന്നു കഴിഞ്ഞിട്ട് 7 ആവരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അത് ഏതൊക്കെയാണ്? ഇതൊക്കെയാണ് ഇത് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നുള്ള 5 ആവരണങ്ങളും അതോടൊപ്പം എന്താണ് വരുന്നത്? മനസ്സ്, അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ 7 ആവരണങ്ങളാണ് ഇതിനുള്ളത്, ഓരോ പ്രപഞ്ചത്തിനും ഉള്ളത്. അപ്പം അതിന്റെ ഉള്ളിലുള്ള പരമദിവ്യോത്ത പുരുഷന്റെ അതിബൃഹത്തായ സർവലൗകികം, അതായത് അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ മാത്രം കാണുന്നതാണ് ഏത് രൂപം എന്ന് പറയുന്നത്? ഈ വിരാട് രൂപം എന്ന് പറയുന്നത്. അപ്പൊ ആ വിരാട് രൂപ ധാരണയ്ക്ക് ഹേതുവായ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ അതിബൃഹത്തായ സർവലൗകിക രൂപം. എന്താണ് സർവലൗകിക രൂപം എന്ന് പറയാൻ കാരണം? ഹരേ കൃഷ്ണ. ലൗകികം എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികവുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് നമ്മളുടെ ആഗ്രഹങ്ങള്, നമ്മൾ കാണുന്ന ആൾക്കാര്, അതുമായിട്ടെല്ലാം ബന്ധപ്പെട്ടതാണ് ഈ ലൗകികം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ വിരാട് രൂപത്തിൽ കാണുന്നതെല്ലാം എന്താണ്? നമ്മുടെ ഈ പ്രപഞ്ചത്തിനുള്ളിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറഞ്ഞിട്ടുള്ളത്? സർവലൗകിക രൂപം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭഗവാന്റെ ആ രൂപത്തിനെ അതീന്ദ്രിയ രൂപം എന്ന് പറയാതെ സർവലൗകിക രൂപം എന്ന് പറയാൻ ഇതാണ് കാരണം. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഒരേ സമയം ഭഗവാന് ബഹുവിധമായ മറ്റു രൂപങ്ങളുമുണ്ട്. അവയെല്ലാം തന്നെ ഭഗവത് രൂപങ്ങളുടെ യഥാർത്ഥ ഉദ്ഭവസ്ഥാനമായ ശ്രീകൃഷ്ണനിൽ നിന്നും അനന്യങ്ങളാണ്. ആത്മജ്ഞാനപരവും അതീന്ദ്രിയവും ശാശ്വതവുമായ യഥാർത്ഥ ഭഗവത് രൂപം
പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാണെന്ന് ഭഗവത്ഗീതയിൽ തെളിവ് സഹിതം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാന്റെ രൂപങ്ങളാണ് ഇതെല്ലാം അല്ലെ. നമ്മള് വാമന രൂപമായാലും ശരി, മത്സ്യരൂപമായാലും ശരി, ശ്രീരാമരൂപമായാലും ശരി, അതെല്ലാം ആരുടെ രൂപങ്ങളാണ്? ഭഗവാന്റെ രൂപങ്ങളാണ്. അതുപോലെ തന്നെ ഇപ്പൊ നാരദരായാലും ശരി, വ്യാസദേവരായാലും ശരി, ഭഗവാന്റെ ശക്തിയാവേശാവതാരങ്ങളാണ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഭഗവാന്റെ മറ്റു രൂപങ്ങളെല്ലാം ഭഗവാനിൽ നിന്ന് ഭിന്നമാണ് നമ്മൾക്ക് പറയാൻ പറ്റില്ല. ഭഗവത് രൂപങ്ങളുടെ യഥാർത്ഥ ഉത്ഭവസ്ഥാനമായ ശ്രീകൃഷ്ണനിൽ നിന്നും അനന്യങ്ങളാണ്, അതായത് വ്യത്യസ്തമല്ല എന്നാണ്. അന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമല്ല എന്നാണ് അർത്ഥം. ആത്മജ്ഞാനപരവും അതീന്ദ്രിയവും ശാശ്വതമായ യഥാർത്ഥ ഭഗവത് രൂപം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാണ് എന്ന ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്നാൽ അദ്ദേഹത്തിന്റെ അചിന്ത്യമായ ആന്തരിക ശക്തിയായ ആത്മമായയാൽ, ഇന്റേണൽ പൊട്ടൻസി എന്നാണ് പറയുക, അന്തരംഗ ശക്തി നമ്മൾ പറയുമല്ലോ, അതാണ് ഈ ആത്മമായ എന്ന് പറയുന്നത്. മറ്റേത് എന്ന് പറയും സാധാരണ മായ എന്ന് പറയുന്നത് ബഹിരംഗ ശക്തിയാണ്. ആത്മമായ എന്ന് പറയുന്നതാണ് ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി അല്ലെങ്കിൽ അന്തരംഗ ശക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണ ശക്തിക്ക് ഒട്ടും ക്ഷയം സംഭവിക്കാതെ ഒരേ സമയം ബഹുവിധമായ രൂപങ്ങളാലും അവതാരങ്ങളാലും സ്വയം വിസ്തരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അദ്ദേഹം പരിപൂർണനാണ്. ഓം പൂർണ്ണം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണം മുദച്യതേ അല്ലേ. അപ്പൊ എന്താ പറയുന്നത്, ഒരു പൂർണ്ണത്തിൽ നിന്ന് വരുന്നതെല്ലാം പൂർണ്ണമാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു മെഴുകുതിരിയിൽ നിന്ന് വേറെ മെഴുകുതിരികൾ കത്തിക്കുകയാണെന്ന് വെച്ചോളൂ. ആദ്യത്തെ മെഴുകുതിരിയും വേറെ മെഴുകുതിരികളും തമ്മിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? ഹരേ കൃഷ്ണ. ഇല്ല. നമുക്കത് കത്തുമ്പോൾ നമ്മൾക്ക് തിരിച്ചറിയില്ല. കത്തിച്ച ആൾക്കറിയാം ഇതിൽ നിന്നാണ് മറ്റേത് കത്തിച്ചതെന്നല്ലാണ്ട് പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവില്ല. എന്നെ പൂർണ്ണമായിട്ടാണ് അനുഭവപ്പെടുക. അതുപോലെയാണ് ഭഗവാനിൽ നിന്ന് എത്ര വിസ്തരണം ഉണ്ടായി കഴിഞ്ഞാലും ഭഗവാൻ പൂർണ്ണനായിട്ട് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അദ്ദേഹം പരിപൂർണനാണ്. മാത്രവുമല്ല അദ്ദേഹത്തിൽ നിന്ന് അസംഖ്യ പൂർണ്ണരൂപങ്ങൾ ഉദ്ഭവിക്കുന്നു. എന്നിട്ടും യാതൊരു കുറവും സംഭവിക്കാതെ അദ്ദേഹം പരിപൂർണനായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആത്മീയ ശക്തി അഥവാ അന്തരംഗ ശക്തി ആ വിധത്തിലുള്ളതാണ്. വെറും ഒരു സാധാരണ മനുഷ്യനെ പോലെ അവതരിക്കുന്ന ഭഗവാന് മേലാളന്മാരോ പ്രതിയോഗികളോ ഇല്ലാത്ത പരമപരിപൂർണ പുരുഷനാണെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അല്പബുദ്ധികളെ ബോധ്യപ്പെടുത്താനായി മാത്രം ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിൽ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വിരാട് രൂപം വെളിപ്പെടുത്തി. സൂര്യനോളം തന്നെ വലിപ്പമുള്ള അസംഖ്യം ഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്ന സർവവ്യാപ്തമായ ശൂന്യാകാശത്തെ വളരെ അപൂർവമായിട്ടെങ്കിലും ചിന്തിക്കുന്നതിന് ഭൗതികവാദികളായ മനുഷ്യർക്ക് കഴിയുന്നു അല്ലെ. അതായത് നമ്മൾ ആകാശം കാണുമ്പോൾ ആ ആകാശത്തിനെ ഉൾക്കൊള്ളാനായിട്ട് ശൂന്യാകാശം എന്നാണ് പറയുക. ശൂന്യാകാശം എന്ന് പറയാൻ എന്താ കാരണം? അവിടെ വായുവില്ല അല്ലെ, വാക്വമാണ് അവിടെ. പക്ഷെ ഒരുപാട് ഗ്രഹങ്ങളെ നമ്മൾക്ക് അവിടെ കാണാം അല്ലെ. പക്ഷെ ആ ശൂന്യാകാശത്തെ നമ്മൾക്ക് ചിന്തിക്കാനായിട്ട് ഭൗതികവാദികൾക്ക് കഴിയാറുണ്ട്. കാരണം നമ്മളിപ്പോ സയൻസ് ഒക്കെ അത്രയും പുരോഗമിച്ചപ്പോൾ നമ്മൾക്ക് അറിയാം അതിനെപ്പറ്റി. ഈ പ്രപഞ്ചവും മറ്റ് 100,000-കണക്കിന് പ്രപഞ്ചങ്ങളും ജലം, അഗ്നി, വായു, ആകാശം, അഹംബോധം, അനിർവചനീയമായ വസ്തു, ഭൗതിക പ്രകൃതി എന്നിങ്ങനെ 7 വിധങ്ങളായി ഭൗതികാവരണങ്ങൾ. ഇവിടെ ഏതൊക്കെയാന്ന് നോക്കൂ. ജലം, അഗ്നി, വായു, ആകാശം, അഹംബോധം, അനിർവചനീയമായ വസ്തു, ഭൗതിക പ്രകൃതി എന്നിങ്ങനെ 7 വിധങ്ങളായ ഭൗതിക ആവരണങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട് അതിബൃഹത്തമായ ഒരു പന്ത് പോലെ ഭഗവാൻ മഹാവിഷ്ണുവായി ശയിക്കുന്ന കാരണസാഗരത്തിൽ പൊങ്ങിക്കിടക്കുന്നു എന്ന വസ്തുതയെക്കുറിച്ച് അജ്ഞരായ അവർക്ക് തലയ്ക്കുമീതെയുള്ള ആകാശത്തെ മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്താ പറയണേ, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ കാരണോദകസായ വിഷ്ണു ഉച്ഛസിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഓരോ രോമകൂപങ്ങൾ, ഓരോ ആ ദ്വാരങ്ങൾ ഉണ്ടാവുമല്ലോ ദേഹത്തിലെ, ആ രോമങ്ങൾ വരുന്ന ദ്വാരങ്ങൾ, ആ ഓരോ ദ്വാരങ്ങളിൽ നിന്നും ഓരോ പ്രപഞ്ചം വരുന്നു എന്നാണ് പറയുന്നത്. ഈ കാരണോദകസായ വിഷ്ണു എവിടെയാണ് ശയിക്കുന്നത്? കാരണ ഓഷ്യനില്, കാരണ സമുദ്രത്തിലാണ് അല്ലെ. അപ്പോ ആ കാരണ സമുദ്രത്തിലെ പന്തുകൾ പോലെ ഈ പ്രപഞ്ചങ്ങൾ കിടക്കുന്നതാണ്. അപ്പൊ അതായത് അപ്പൊ ആ കാരണോഷ്യന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, കാരണോദകസായ വിഷ്ണുവിന്റെ വലിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പന്ത് മാത്രമാണ് ഒരു പ്രപഞ്ചം എന്നാണ് പറയുന്നത്. അങ്ങനെ കോടിക്കണക്കിന് പന്തുകളാണ് അദ്ദേഹം സൃഷ്ടിക്കുന്നത് ഒരു ഉച്ഛ്വാസ സമയത്ത്. ഓക്കെ, അപ്പൊ അതിനെ സങ്കല്പിക്കാനായിട്ട് അത് നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, അതിലെ 14 ഗ്രഹങ്ങളില് ഒരു ഗ്രഹമായിട്ടുള്ള ഭൂമിയിലാണ് നമ്മളുള്ളത്. ഓക്കെ, അതും എന്താണ്, ഈ മൊത്തം ആ പ്രപഞ്ചം പറയുന്നതിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇത്. കാരണം അതിലെ ശയിക്കുന്ന ഗർഭോദകസായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വരുന്ന ആ താമര തണ്ടാണ് ഈ 14 ലോകങ്ങൾ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ തന്നെ താമര പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തോരം ഉണ്ടാവും? ഒരു ചെറിയൊരു പൂവാണ്. അപ്പൊ ഗർഭോദകസായ വിഷ്ണുവിന്റെ താമരയുടെ ആ ഒരു തണ്ടിന്റെ ഉള്ളിലത്തെ 14 ലോകങ്ങളിലെ ഒരു ലോകം മാത്രമാണ് നമ്മളുള്ളത്. ആ ഒരു ലോകത്തിന്റെ ഏതോ ഒരു കോണില് ഒരു എൻഡിലാണ് നമ്മളുള്ളത് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഓവറായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭഗവാന്റെ ഭാഗിക വിസ്തരണത്തിന്റെ ഭാഗമായ മഹാവിഷ്ണുവിന്റെ നിശ്വാസത്തിൽ നിന്നും എല്ലാ പ്രപഞ്ച ബീജങ്ങളും ഉത്ഭവിക്കുന്നു. ബ്രഹ്മദേവന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന എല്ലാ പ്രപഞ്ചങ്ങളും മഹാവിഷ്ണു ശ്വസിക്കുമ്പോൾ അപ്രത്യക്ഷമാകുന്നു. അതായത് ഇതിന്റെ ഈ പ്രപഞ്ചങ്ങൾ ഉണ്ടായ പ്രപഞ്ചം പിന്നെ എപ്പോഴാണ് അത് ഇല്ലാണ്ടാവുന്നത്? ഹരേ കൃഷ്ണ. ഭഗവാൻ ഉള്ളിലേക്ക് ശ്വാസം വലിക്കുമ്പോ അതോടുകൂടി എല്ലാം കഴിഞ്ഞു. നമ്മുടെ പ്രളയായി, എല്ലാം ഉള്ളിലേക്ക് പോകും. മനസ്സിലാവുണ്ടോ? ഈ വണ്ണം ഭഗവാന്റെ പരമേച്ഛയാൽ സൃഷ്ടിക്കപ്പെടുകയും ശൂന്യമാക്കപ്പെടുകയും ചെയ്യുന്നു. മനുഷ്യന്റെ വ്യാജമായ ആരോപണത്തിന്റെ പേരിൽ നിസ്സാരനായ ഒരു സൃഷ്ടിയെ ഭഗവാന്റെ പ്രതിയോഗിയായ അവതാരമായി ഒരുവൻ അവതരിപ്പിക്കുന്നത് എത്രത്തോളം മൂഢതയാലാണെന്ന് പരിതാപ നിലയിലുള്ള വിഡ്ഢിയായ ഭൗതികവാദിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അല്ലെ? ഇത് കറക്റ്റ് അല്ലേ പറയുന്നത്? നമ്മൾക്ക് എന്താണ് നിസ്സാരമായ ഒരു സൃഷ്ടിയെ, അതായത് ഭഗവാൻ അപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിലെ ഒരു അസുര സൃഷ്ടിയാണെങ്കിലും ശരി, ആ സൃഷ്ടി എന്ന് പറയുന്നത് വളരെ നിസ്സാരമല്ലേ? ഹരേ കൃഷ്ണ. അതെ മാതാജി, അതെ. അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു എന്താണ്, നമ്മള് ഒരു എന്താ പറയാ ഒരു പുഴുവിനെ കാണുന്ന പോലെയാണ് ഭഗവാനെ സംബന്ധിച്ച്. അത്രയും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും ഒരു ചെറുതാണ്. അപ്പൊ എന്നിട്ട് അവര് ആ അസുരന്മാര് വിചാരിക്കുകയാണ് ഈ ഭഗവാനെ നമ്മൾക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന്. എത്ര വിഡ്ഢിത്താണ് അല്ലെ? ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്തതുപോലെ അവണ്ണം വിരാട് രൂപം പ്രദർശിപ്പിക്കാൻ കഴിയുള്ള വ്യക്തിയെ മാത്രമേ ഒരുവൻ ഭഗവാന്റെ അവതാരമായി അംഗീകരിക്കാൻ പാടുള്ളൂ എന്ന പാഠം വിഡ്ഢികളായ മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ വിശേഷിച്ചും വിരാട് രൂപം പ്രദർശിപ്പിച്ചത്. ഭൗതികവാദിക്ക് സ്വതാത്പര്യാർത്ഥം വിരാട് രൂപത്തിൽ അഥവാ ഭഗവാന്റെ അതിബൃഹത്തായ രൂപത്തിൽ മനസ്സ് ഏകാഗ്രമാക്കാം. പക്ഷെ ശുകദേവ ഗോസ്വാമി ഉപദേശിച്ചിരിക്കുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് സ്വയം അവകാശപ്പെടുന്നവരും എന്നാൽ അദ്ദേഹത്തെ പോലെ പ്രവർത്തിക്കാനോ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളുന്ന വിരാട് രൂപം പ്രദർശിപ്പിക്കാനോ കഴിവില്ലാത്തവരുമായ കാപട്യക്കാരാൽ തെറ്റായി നയിക്കപ്പെടാതിരിക്കാൻ അവൻ നിശ്ചയമായും ജാഗ്രത പുലർത്തണം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മള് പരമ്പരയിൽ കൂടിയുള്ള ഭാഗവതോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ പഠിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? കാരണം പരമ്പരയിൽ കൂടി വരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഭഗവാനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ, ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത ആൾക്കാര് സ്വയം ഭഗവാനാണെന്ന് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും ഒരു വിരാട് രൂപം കാണിക്കാൻ പറ്റില്ല. ശരി, വിരാട് രൂപത്തിന്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് അറിയാൻ പറ്റില്ല. പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടോ അവർക്ക്? ഇല്ല. ഭഗവാന് മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള അറിവ് അല്ലെ? ആ പൂർണ്ണമായിട്ട് അറിയുന്ന ഒരാൾ പറഞ്ഞു കൊടുക്കുന്നത് എപ്പോഴും പൂർണ്ണമായിരിക്കും. അതുകൊണ്ടാണ് പരമ്പരയിൽ കൂടി വരുന്ന ഭാഗവതം മാത്രമാണ് നമ്മൾ പഠിക്കാൻ പാടുള്ളൂ, ഭഗവത്ഗീത മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് തെറ്റായ രീതിയിലാണ് നമ്മൾ നയിക്കപ്പെടുക എന്നാണ് പറയുന്നത്. അതായത് അന്ധരായിട്ടുള്ള 4-5 പേര് ആനയെ കണ്ട കഥ അറിഞ്ഞൂടെ? മൂക്ക് അതാണ് തുമ്പിക്കൈ പിടിച്ചാൽ പോലെയാണെന്ന്. അപ്പൊ അതുപോലെയാണ് ഭഗവാനെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഭഗവാന്മാരാണെന്ന് അവകാശപ്പെടുമ്പോ അതെന്താണ്, അന്ധന്മാര് ആനയെ കണ്ടമാരിയാണ് ഉണ്ടാവുക. അപ്പൊ അവര് പകർന്നു തരുന്ന അറിവ് എന്ന് പറയുന്നത് ശരിയായിരിക്കും? ഇല്ല അല്ലേ? അതാണ് കണ്ണു തുറക്കുന്ന ഒരാൾ വേണം ആനയെ കണ്ടിട്ട് പറയാൻ ആന എങ്ങനെയാണെന്നുള്ളത്. അതാണ് പറയുന്നത്. അപ്പൊ അത് ആ പൂർണ്ണമായിട്ടുള്ള അറിവ് ഭഗവാന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ആ അറിവ് പകർന്നു കൊടുക്കുന്നുള്ളൂ. അപ്പൊ എപ്പോഴും ഈ പരമ്പരയിൽ കൂടി വരുന്ന ശുദ്ധഭക്തരായ ആളുകളിൽ നിന്ന് വേണം നമ്മൾ എന്ത് പഠിക്കാൻ? ഭാഗവതമാണെങ്കിലും ഭഗവാൻ സമ്പാദിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. എത്ര മണിയായി? 48 മാതാജി. 48. അടുത്ത ശ്ലോകം കൂടി എടുക്കാല്ലേ നമ്മൾക്ക്? ശ്ലോകം 26. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഭഗവതേ വാസുദേവായ, ഭഗവതേ വാസുദേവായ. പാതാളമേതസ്യ ഹി പാദമൂലം പാർഷ്ണി പ്രഭദേരസാതലം ഹരേ കൃഷ്ണ. പകാതലം ത്രിജോദഗുൽഫോ വൈ പുരുഷസ്യ ജംഗേ
ഹരേ കൃഷ്ണ. പാതാളം പാതാളം ഏതസ്യ അദ്ദേഹത്തിന്റെ കൃത്യമായും പാദമൂല പാദത്തിന്റെ അടിഭാഗം പഠന്തി അവർ അതിനെ പഠിക്കുന്നു. പാർഷ്ണി പാദതലം ഉപ്പുറ്റി പ്രപദേ കാൽ വിരലുകൾ രസാതലം രസാതലം എന്നു പേരായ ലോകങ്ങൾ മഖാതലം മഖാതലം എന്നു പേരായ ലോകങ്ങൾ വിശ്വസൃജക വിശ്വസൃഷ്ടാവിന്റെ അഥ അപ്രകാരം ഗുൽഫൗ കണങ്കാൽ തലാതലം തലാതലം എന്നു പേരായ ലോകങ്ങൾ വൈ അവണ്ണം അവയാകുന്നു പുരുഷസ്യ ഭീമാകാരനായ പുരുഷന്റെ ജംഗേ കാൽവണ്ണകൾ. ഇതിപ്പോ നമ്മൾ പാതാള ലോകങ്ങൾ അതായത് ഭൂമിയുടെ താഴെയുള്ള ലോകങ്ങളുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രപാദിക്ക് ജയ്. വിശ്വേശ്വരനായ ഭഗവാന്റെ പാദത്തിന്റെ അടിഭാഗം ഉള്ളങ്കാൽ പാതാള ലോകമായും പാദതലവും കാൽവിരലുകളും രസാതല ലോകമായും മഖാതലം കണങ്കാലുകളുടെ ഭാഗമായും തലാതലം എന്നു പേരുള്ള ലോകം അദ്ദേഹത്തിന്റെ കാൽവണ്ണകളുടെ ഭാഗമായും അറിയപ്പെടുന്നതായി അഭിജ്ഞർ പറയുന്നു. അപ്പൊ ഇതിനെ അതായത് നമ്മുടെ ഈ 14 ലോകങ്ങളെ ഭഗവാന്റെ ഓരോ ഭാഗമായിട്ട് പറയുകയാണ് നമ്മള് വിശ്വരൂപത്തിന്റെ ഭാഗങ്ങളായിട്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളങ്കാൽ എന്ന് പറയുന്നത് എന്താണ്? പാതാളം. അതാണ് ഏറ്റവും താഴെയുള്ളത്. അതിന് പാദതലം എന്ന് പറയുന്നതാണ് പാദതലവും കാൽവിരലുകളും രസാതലം. അതിന് മേലെയുള്ളത് രസാതലം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മേലെയുള്ളതാണ് മഹാതലം. അത് കണങ്കാലുകളുടെ ഭാഗം. ഇനി തലാതലം എന്ന് പറയുന്നത് ലോകം കാൽവണ്ണകളുടെ ഭാഗം. കാലിന്റെ തൊടകൾ നമ്മൾ പറയുമല്ലോ, ആ ഭാഗമായിട്ടാണ് വരുന്നത്. അതിന് മേലെയാണ് ഭൂമി വരുന്നത് കേട്ടോ. പൊക്കിൾക്കുടിയുടെ ഏകദേശം ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ ഭൂലോകം എന്ന് പറയുന്ന ആ ഭാഗം വരിക. അതിന് മേലെയുള്ളതൊക്കെ സ്വർഗലോകങ്ങളാണ്, അതായത് ഉന്നത ഗ്രഹങ്ങളാണ്. ഭാവാർത്ഥം: പരമദിവ്യോത്തമ പുരുഷന്റെ ശരീരാസ്തിത്വത്തിന് ബാഹ്യമായ ആവിഷ്കൃത വിശ്വരൂപ ഭാവത്തിന് വാസ്തവികത്വമില്ല. ഭഗവത്ഗീത 9:4 സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലെ പ്രത്യക്ഷമായ ലോകത്തിലെ സർവ്വതും അദ്ദേഹത്തിൽ നിലകൊള്ളുന്നു. അതാണ് പ്രത്യക്ഷ പ്രമാണം എന്നും നമ്മൾ പറയുന്നതാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഭൗതികവാദിയുടെ ദൃഷ്ടിയിലുള്ള സകലതും പരമവ്യക്തിത്വമാണെന്ന് അത് അർത്ഥമാക്കുന്നില്ല. ഭഗവാന്റെ വിശ്വരൂപ സങ്കല്പനം പരമപുരുഷനായ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതിന് ഭൗതികവാദിക്ക് ഒരു അവസരം നൽകുന്നു. എങ്കിലും ഭരിക്കാനുള്ള ആവേശത്തോടെ ഭൗതിക ലോകത്തെ നോക്കിക്കാണുന്നത് ഈശ്വര സാക്ഷാത്കാരമല്ലെന്ന് ഭൗതികവാദി തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഭൗതിക വിഭവങ്ങളുടെ ചൂഷണത്തെ സംബന്ധിക്കുന്ന ഭൗതികമായ കാഴ്ചപ്പാടിന് കാരണം ഭഗവാന്റെ ബാഹ്യശക്തിയായ മായയാണ്. ആ നിലയ്ക്ക് ഭഗവാന്റെ വിശ്വരൂപത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പരമസത്യത്തെ സ്വാനുഭവത്തിലാക്കാൻ ആഗ്രഹിക്കുന്ന ആരും തീർച്ചയായും സേവന മനോഭാവത്തിൽ ശ്രദ്ധ ചെലുത്തണം. അപ്പൊ ഈ വിരാട് രൂപത്തെ ആരാധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ ഭാവം എന്താവണം? നമ്മൾ ഭഗവാൻ ആ വിരാട് രൂപത്തിൽ നിന്ന് നമ്മൾ വന്നതാണ്, ഭഗവാന്റെ സേവകനാണ് എന്നുള്ള ഭാവം ഉണ്ടായിരിക്കണം. അല്ല ഇതെല്ലാം നമ്മൾക്ക് ഭഗവാൻ തന്നിട്ടുള്ളതാണ്, നമ്മൾക്ക് ഭരിക്കാനുള്ളതാണ് എന്നുള്ള ചിന്താഗതി നമ്മൾക്ക് ഉണ്ടാവരുത്. അതാണല്ലോ അസുരബുദ്ധി എന്ന് പറയുന്നത്. സേവന മനോഭാവത്തെ പുനരുദ്ധാനം ചെയ്യാത്ത പക്ഷം വിരാട് സാക്ഷാത്കാര ധാരണ ദാർശികനിൽ നാമമാത്രമായ ഫലമേ ഉളവാക്കുകയുള്ളൂ. അതീന്ദ്രിയനും ആത്മജ്ഞാനപരനും സർവാതിശയനുമായ ഭഗവാൻ ഏത് രൂപഭാവത്തിലായാലും അത് നിശ്ചയമായും ഭൗതിക സൃഷ്ടിയുടെ ഭാഗമേ അല്ല. അതായത് ഭഗവാൻ ഏത് രൂപത്തിൽ വന്നാലും, നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഭഗവാൻ ഏത് അവതാര രൂപത്തിൽ വന്നു കഴിഞ്ഞാലും ഭഗവാൻ എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക സൃഷ്ടിയല്ല. ഭഗവാന്റെ രൂപം എന്താണ്? സച്ചിദാനന്ദ സ്വരൂപാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്ത് ചിത്ത് ആനന്ദം നല്ലതാണ്. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനശ്വരമാണ് എന്നാണ് അർത്ഥം. ചിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോളജ്. അതായത് ആ ഭഗവാൻ എല്ലാം അറിയുന്ന ഭഗവാനാണ് നല്ലതാണ്. ഇനി അടുത്തത് എന്താണ്? ആനന്ദം. സച്ചിദാനന്ദ എന്നല്ലേ? സത്യചിത് ആനന്ദ. ആനന്ദ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ആനന്ദവും ശാശ്വതമായ ആനന്ദം ഉൾക്കൊള്ളുന്നതാണ്. അതിലെ ആനന്ദ എന്ന് പറയുന്ന ഭാഗമാണ് ശരിക്കും ഭഗവാന്റെ ക്ലാദിനി പൊട്ടൻസി അല്ലെങ്കിൽ രാധാറാണി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സത്യചിത്ത് ആനന്ദം. സത്ത് എന്ന് പറയുന്നത് എന്താണ്? അനശ്വരമാണ്, അത് ഒരിക്കലും നശിക്കുന്നില്ല. ആൻഡ് രണ്ടാമത്തെ ചിത്ത് എന്ന് പറയുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് ഭഗവാനാണ് അല്ലെ? എല്ലാത്തിനെ കുറിച്ച് അറിയുന്നത് ഭഗവാനാണ്. എല്ലാം ഭഗവാന്റെ അംശമായിട്ടാണ് വരുന്നത് അല്ലെ? ആ ഒരു അറിവാണ് ചിത്ത് എന്ന് പറയുന്നത്. ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആ അറിവിലൂടെ നമ്മൾക്ക് എന്താ ലഭിക്കുന്നത്? ആനന്ദം. ആ ഒരിക്കലും നമ്മൾക്ക് നഷ്ടപ്പെടാത്ത ആനന്ദം. അയ്യോ ഇന്ന് എനിക്ക് കാല് വയ്യ അല്ലെങ്കിൽ തലവേദന എടുക്കണോ എന്നുള്ള ആ ഒരു ഭാവമില്ലാതെ, എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഒന്നുമില്ല എന്ന ഭാവമില്ലാതെ, ദുഃഖമില്ലാതെ ആ പരമമായ ആ ഒരു ആനന്ദം നമ്മൾക്ക് ചൂടില്ല, തണുപ്പില്ല, അങ്ങനത്തെ ഒരു ആനന്ദം നമ്മൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ആ ഒരു ഭാവമാണ് ആനന്ദം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പൊ ഒരിക്കലും ഒരു ഭൗതിക പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചവനല്ല എന്നുള്ളതാണ്.
അപ്പൊ അദ്ദേഹം ഏത് സാഹചര്യത്തിലും സ്വവ്യക്തിത്വത്തെ പരിരക്ഷിക്കുകയും ഭൗതികമായ സകലതിനെയും പങ്കിലമാക്കുന്ന ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ഒട്ടും ബാധിക്കപ്പെടാതെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ഭഗവാൻ സദാ അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയാൽ നിലകൊള്ളുന്നു. ഈ സച്ചിദാനന്ദ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ആന്തരിക ശക്തിയാണ്. ഇനി ഭഗവാന്റെ ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് ഭഗവാന്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറില്ല എപ്പോഴും. അപ്പൊ ഭഗവാനിൽ നിന്ന് വരുന്നതാണ് എന്നുള്ള ലെവലിലാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൗതിക ലോകത്തിലുള്ള ജീവസത്തകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്? മായ എന്ന് പറയുന്ന ഈ 3 ഗുണങ്ങൾ അടങ്ങിയ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം അടങ്ങിയിട്ടുള്ള ആ മായ ഉള്ളത്. ഭഗവാന്റെ അതിനെ നമ്മൾ ദുർഗാദേവി എന്നുള്ള പേരിലാണ് അറിയുന്നത്. ദുർഗാദേവിയാണ് ഈ ഭൗതിക ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. ഭഗവാൻ സദാ അദ്ദേഹത്തിന്റെ ആന്തരിക ശക്തിയാൽ നിലകൊള്ളുന്നു. വിശ്വപ്രപഞ്ചത്തെ 14 ലോകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഭൂർ, ഭുവർ, സ്വർ, മഖർ, ജന, തപ, സത്യ. അതാണ് ഈ പാതാള ലോകങ്ങൾ കഴിഞ്ഞിട്ട് അതിന്റെ മേലത്തെ ഭാഗമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഭൂർലോകം, ഭുവർലോകം. അപ്പൊ ഈ ഭൂർലോകം എന്ന് പറയുന്നതിലാണ് നമ്മളുള്ളത്. മേലെ നോക്കിയാണ് ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഹരേ കൃഷ്ണ. ദയചെയ്ത് എല്ലാവരും ഒന്ന് മ്യൂട്ടിലാവൂ. ഇവിടെ ഭൂവർലോകത്തിന് മേലെ എന്താ വരുന്നത്? സ്വർഗലോകം. അപ്പൊ ഈ സ്വർഗലോകം എന്ന് പറയുന്നതിന് മേലെ എത്ര ലോകങ്ങൾ ഭൗതിക ലോകത്തിൽ തന്നെ ഉണ്ടെന്ന് കണ്ടോ? നമ്മൾ പറയുക നമ്മൾക്ക് സ്വർഗത്തിൽ പോകണം എന്നാണ്. അപ്പൊ ഈ സ്വർഗത്തിൽ പോവാന്ന് പറയുന്നത് ഭൗതിക ലോകത്തിന്റെ ഉള്ളിലുള്ളതാണ്. നമ്മളുടെ തൊട്ട് മേലത്തെ ലോകമാണ് ഈ സ്വർഗലോകം എന്ന് പറയുന്നത്. അതിന് മേലെ മകർജോ ലോകം, ജനലോകം, തപലോകം, സത്യലോകം എന്നീ ലോകങ്ങൾ ഒന്നിനു മേലെ മറ്റൊന്നായി ആരോഹണമായി സ്ഥിതി ചെയ്യുന്നു. 7 ലോകങ്ങളും അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം എന്നറിയപ്പെടുന്ന 7 ലോകങ്ങൾ ഒന്നിനു താഴെ മറ്റൊന്നായി അവരോഹണ ക്രമത്തിൽ നിലകൊള്ളുന്നവയുമാണ്. അത് താഴത്തേക്ക് നമ്മൾ പറഞ്ഞു അല്ലെ, ഭഗവാന്റെ പാദത്തിനടിയിലുള്ളതാണ് പാതാളം, അതിന് മേലെയുള്ളതാണ് രസാതലം, അതിന് മേലെയുള്ളതാണ് മഹാതലം. അങ്ങനെ ഭക്തിമാർഗത്തിലുള്ളതാകയാൽ ഭഗവാന്റെ ശരീരവർണ്ണന നിശ്ചയമായും അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ നിന്ന് വേണം ആരംഭിക്കാൻ. ആയതിനാൽ ഈ ശ്ലോകത്തിൽ ഭഗവത് വർണ്ണന ഭഗവത് പാദാംബുജങ്ങളിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. സ്വീകൃത ഭഗവത് ഭക്തനായ ശ്രീ ശുകദേവ ഗോസ്വാമിയുടെ വർണ്ണന തികച്ചും മാനദണ്ഡത്തിന് അനുയോജ്യമാണ്. എപ്പോഴും നമ്മൾ എന്താണ്? ഭഗവാനെ തലകുനിച്ചാണ് കാണേണ്ടത്. നമ്മൾ ആരും എല്ലാം സേവകനാണ് അല്ലെ. അപ്പോൾ ആ കാൽ തൊട്ടാണ് നമ്മൾ ഭഗവാനെ കാണേണ്ടത് എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഇവിടെ ശുകദേവ ഗോസ്വാമി പരീക്ഷ മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. ഇവിടെ നിർത്താലേ. മഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ആനന്ദകോടി വൈഷ്ണവരതി കി ജയ്, പ്രഭാതി കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, ഗൗരി പ്രേമാനന്ദേ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ.